അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്ത് അതിമഹത്തായ ഈ സൂറത്ത് ഓതിക്കൊണ്ട് വെട്ടുന്ന നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാൽ ആ കാര്യത്തിൽ വമ്പിച്ച ഫതഹ് അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചിരിക്കും. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകാം. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാകാം. ആ ആവശ്യങ്ങൾ ഇന്ന് ചിലപ്പോൾ പൂർത്തിയായി കിട്ടൂല എന്ന് നമുക്കറിയാം. എന്നാൽ നാം ഇതിറങ്ങി ഇത് ഓതിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും ഇത് പൂർത്തീകരിച്ച് തന്നെ വീട്ടിലേക്ക് മടങ്ങും. അത്ഭുതകരമായ സൂറത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്ക് തന്നെ അത്ഭുതകരമായ പ്രതിഫലമാണ് ഹദീസിലൊക്കെ കാണുന്നത്. ഒരു ഹർഫിന് 10 ഹസനത്ത് എന്നാണ് മുത്തായ റസൂൽ പഠിപ്പിച്ചത്. ഈ സൂറത്തിനെ കുറിച്ച് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു തവണ ഓതുമ്പോഴേക്കും 4 പ്രാവശ്യം ഒരു തവണ ഓതുമ്പോൾ ഖുർആന്റെ 1/4 അപ്പം 4 പ്രാവശ്യം ഓതുമ്പോഴേക്ക് അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നത് ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കിയ പ്രതിഫലമാണ്. ഖത്മുൽ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മാസം തികയുമ്പോഴേക്കും അത് പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ്. അത് ഖുർആനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇത് ഒരു തവണ ഓതുമ്പോൾ ഖത്മുൽ ഖുർആൻ്റെ 1/4. അപ്പോൾ 4 പ്രാവശ്യം ഓതുമ്പോഴേക്കും ഖത്മുൽ ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. ഒന്നാമത്തെ നേട്ടതാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിൻ്റെ മഹത്വങ്ങളും ഇത് ഓതിയാൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ നാം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും, യാ അല്ലാഹ് ഇതിൻ്റെ മുമ്പ് തന്നെ ഇത് അറിഞ്ഞിരുന്നെങ്കിലോ, ഞാനിത് നിത്യമാക്കുമായിരുന്നു എന്നാണ്. ഇത് ഒരാൾ പതിവാക്കിയാൽ, ഒരാൾ ഈ സൂറത്ത് പതിവാക്കി എല്ലാ ദിവസം പതിവാക്കിയാൽ പരിശുദ്ധ റമദാൻ അല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ വബല്ലിഗ്നാ റമദാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. അള്ളാഹ് റമദാൻ എത്തിച്ചു തരണേ അള്ളാഹ്. എന്തുകൊണ്ട്? റമദാന്റെ ഓരോ സൽക്കർമ്മന് അത്രയും പുണ്യമാണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിൻ്റെയും, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിൻ്റെ കൂലിയൊക്കെ കിട്ടുന്ന വലിയൊരു മഹത്വമായ ഒരു വലിയ സമ്മാനമാണ് പരിശുദ്ധ റമദാൻ. അതൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ ഔലിയാക്കളൊക്കെ ഇങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ പള്ളികൾ ഇതാ നിരന്തരമായ ദുആ ആണ്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. എന്തുകൊണ്ട്? റമദാന്റെ പുണ്യം അത്ര വലുതാണ്. എന്നാൽ ഈ സൂറത്ത് പതിവാക്കുന്നവനിക്ക് റമദാൻ മുഴുവനും നോമ്പ് നോക്കിയ പ്രതിഫലം അള്ളാഹു നൽകുന്ന. റമദാൻ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതിലൊരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്ർ. അത് കിട്ടാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി ഒറ്റപ്പെട്ട രാത്രികൾ, റമദാന്റെ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രികൾ അതിനുവേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഈ സൂറത്ത് ഓതുന്നവനിക്കോ ലൈലത്തുൽ ഖദ്ർ കിട്ടിയ പുണ്യം കിട്ടുമെന്നാണ്. അത്രയ്ക്ക് മഹത്വമാണ് ഈ സൂറത്ത്. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇന്നക്കും അദുവ്വും മുബീൻ, ഷെയ്ത്താനാണ് അല്ലേ. ഷെയ്ത്താന് അള്ളാഹു വലിയ കാവൽ നൽകും ഈ സൂറത്ത് ഓതുന്നവന്. ഒരു മഗ്‌രിബിന്റെ ശേഷം ഒരാൾ ഓതി, സുബഹിക്ക് ശേഷം ഇതിങ്ങനെ ഓതുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഷെയ്ത്താനിൻ്റെ വലിയ കാവൽ അവനിക്ക് അള്ളാഹു ഏർപ്പെടുത്തുമെന്നാണ്. അതുപോലെ സുബഹിക്ക് ശേഷം ഒരാളിത് പതിവാക്കിയാൽ ഒന്നെങ്കിൽ ഒരു 3 തവണ, ഇല്ലെങ്കിൽ 7 തവണ, ഇല്ലെങ്കിൽ 5 തവണ ഇങ്ങനെയാണ് ഈ സൂറത്തിനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന നേട്ടം എന്തറിയോ? അള്ളാഹു നമുക്ക് ഷർറായ എന്തെങ്കിലും ഖളാകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ വരെ മറികടക്കാൻ ഈ സൂറത്ത് മതിയെന്ന്. നമുക്ക് നിരന്തരം ഇന്നലെ നോക്ക് അല്ലേ, നാം കേട്ട വലിയ അപകടമല്ലേ, 4 മക്കൾ കൺമുമ്പിൽ വെച്ച്, ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ വെച്ച് കൺമുമ്പിൽ അബുദുബായിൽ മരണപ്പെട്ട ഒരു സങ്കടം. അവരെ കൂടെ അവരെ വീട്ടിൽ ജോലി ചെയ്യുന്ന ബുഷ്ര എന്ന് പറയുന്ന ആ പെൺകുട്ടി മരണപ്പെട്ട വളരെ വളരെ ദുഃഖകരമായ ഒരു വാർത്തകൾ കേട്ട് നിരന്തരം അപകട മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് കാവലുണ്ടാകുന്നത്. ഒരാൾ വാഹനത്തിൽ കയറുമ്പോൾ ഈ സൂറത്ത് ഓതിട്ടാണ് കയറിയത്. എന്നാൽ തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തുന്നവരെ വാഹന അപകടങ്ങൾ ഒന്നും അവർക്ക് സംഭവിക്കില്ലെന്നാണ്. അള്ളാഹുവിൻ്റെ ഖളാഇനെ പോലും ഇത് മറികടക്കാൻ മതി എന്നാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് ഓതിയവനിക്ക് വലിയ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകുമെന്നാണ്. ഇത് പതിവാക്കുന്നവർക്ക് എല്ലാം നിത്യവും 3, 7 അല്ലെങ്കിൽ 5 ഇങ്ങനെ നിശ്ചിത കണക്ക് വെച്ച് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകും അപകടങ്ങളെ തൊട്ട്. അതുപോലെ നോക്ക്, നമ്മുടെ മക്കൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. എത്ര മക്കളാണല്ലേ സ്കൂളിൽ പോയ മക്കൾ തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് എത്ര മക്കളെ കൊടന്ന് അല്ലേ ആ മലർത്തി കടത്തിയത് നാം കണ്ടില്ലേ? ആ ഉമ്മമാരുടെ ആ ദുഃഖങ്ങൾ ഇന്നും ആ മക്കളെ ഓർത്ത് കണ്ണീരിൽ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട്.
എത്ര ഉപ്പമാരുണ്ട് മകളെ ഓർത്തിട്ട്. എൻ്റെ ജമാഅത്തിലൊരു ചെറുപ്പക്കാരനുണ്ട്. നിരന്തരം മകളുടെ ഖബറിലേക്ക് പോയി ഇങ്ങനെ സന്ദർശിക്കുന്ന കാഴ്ച നിരന്തരം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അവർക്ക് ആ മകളോടുള്ള ആ സ്നേഹത്തിൻ്റെ മുഹബ്ബത്തിൻ്റെ അടയാളം. ആ മക്കൾ അവരിന്ന് പിരിഞ്ഞുപോയി, അവർക്കതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. നിരന്തരം ഖബറിൽ പോയി ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര 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 ഉപ്പമാർ. അങ്ങനെ അപകടങ്ങളെ തൊട്ടൊക്കെ അള്ളാഹുവിൻ്റെ എല്ലാ രോഗങ്ങൾക്കൊക്കെ ഇത് കാവലായിരിക്കും. അള്ളാഹു എല്ലാവിധ അപകടങ്ങളെ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ നിത്യവും നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ സ്കൂളിൽ പോകുന്നവരാണ്. വളരെ സുരക്ഷിതരായി അവർ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ആ മക്കൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം മനസ്സിനെ വല്ലാതെ വലറ്റുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം. ദാരിദ്ര്യത്തൊട്ട് വലിയ കാവലുണ്ടായിരിക്കുമെന്നാണ് ഈ സൂറത്ത്. ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. ദാരിദ്ര്യത്തൊട്ട് വലിയ കാവൽ ഈ സൂറത്ത് നൽകപ്പെടുമെന്നാണ്. മറ്റൊന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് ഓതി ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് നാം പുറപ്പെടുമ്പോൾ ആധാർ ലിങ്ക് ചെയ്യാനും പലതും, ഇങ്ങനെ ഇപ്പോൾ ലിങ്കിൻ്റെ കാലമാണല്ലോ. അങ്ങനെ നമ്മുടെ പേപ്പർ കാര്യങ്ങൾ എന്തെങ്കിലും ശരിയാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി നാം പുറപ്പെടുകയാണ്. എന്നാൽ ഈ സൂറത്ത് ഓതി പുറപ്പെടും. എന്നാൽ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കത് ഓക്കെ ആയി കിട്ടും. അതോടൊപ്പം നമ്മുടെ തെറ്റായ സ്വഭാവങ്ങൾ അത് ചില ആൾക്ക് നമസ്കരിക്കാൻ മടിയാണ്, ചില ആൾക്ക് ഇങ്ങനെ വ്യഭിചാരം ശീലമായവർ, കള്ളുകുടി മയക്കുമരുന്ന് ശീലമായ ആളുകളൊക്കെ ഉണ്ട്. അത് വിട്ടുമാറാൻ പറ്റുന്നില്ല. ഈ സൂറത്തൊന്ന് പതിവാക്കി നോക്ക്. നിൻ്റെ ഏത് തെറ്റ് സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ അതൊക്കെ ഈ സൂറത്ത് മാറ്റിക്കളയുമെന്നാണ്. അതുകൊണ്ട് ഈ സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ പതിവാക്കണം. അതേപോലെ ഈ സൂറത്ത് ഒരാൾ പ്ലേറ്റിൽ എഴുതി, ആ പ്ലേറ്റിൽ ആ എഴുതിയ അക്ഷരങ്ങൾ അതിനെ വെള്ളത്തിൽ അതിനെ കുടിച്ചാൽ തീർച്ചയായും അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കും, അതുപോലെ ആരോഗ്യമുണ്ടാകും. ആഫിയത്തിനൊക്കെ ഇത് പറ്റിയതാണ്. ഒരാളൊരു ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി 1000 തവണ ഈ സൂറത്ത് രാത്രി ഓതിയാൽ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. വെള്ളിയാഴ്ച രാത്രി ഒരാൾ 1000 പ്രാവശ്യം ഈ സൂറത്ത് ഓതുന്നുണ്ട്. എന്നാൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി അവനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നാണ്. സ്വപ്നത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ കാണാൻ തൗഫീക്ക് കിട്ടുമെന്നാണ്. ഒരാളെ സിഹിർ ബാധിച്ചിട്ട് വല്ലാത്ത പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. അങ്ങനെ ഈ സൂറത്ത് ഓതി അവൻ്റെ പറമ്പിലൂടെ ഇങ്ങനെ നടന്നാൽ ആരെങ്കിലും സിഹിർ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം വരെ കാണാൻ ഇത് സാധ്യത ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ. ഈ സൂറത്ത് ഒരാൾ വുളൂക്ക് ശേഷമാണ് ഓതുന്നത്, വുളൂവിൻ്റെ ശേഷം. എന്നാൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ വുളൂവിൻ്റെ ശേഷം ഓതിയാൽ, ഒരു പ്രാവശ്യം ഓതിയാൽ അവനെ ശുഹദാക്കളെ കൂടെയാണ് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുക. 2 തവണ ഓതിയാൽ സിദ്ദീഖീങ്ങളെ കൂടെയും 3 തവണ ഓതിയാൽ അംബിയാക്കളെ കൂടെയുമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത മഹത്വങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം മഹത്വങ്ങൾ ഇങ്ങനെ കൂടി പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് അതിനെ ഭയന്നുകൊണ്ട് ഈ സൂറത്ത് നമ്മുടെ എന്ത് കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നാം ഇത് ഓതി വെട്ടുന്നിറങ്ങിയാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ നാം ഏറ്റെടുത്ത് അത് നമുക്ക് എളുപ്പത്തിൽ അല്ലാഹു പൂർത്തീകരിച്ച് നൽകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പത്തിലാക്കട്ടെ. ആ സൂറത്ത് ഏതാണെന്ന് അറിയുമോ? അറിയുന്നവർ കമൻറ്റിലൂടെ അറിയിക്കാൻ, അറിയാത്തവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ പറയുകയാണ്, സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇങ്ങനെ തുടങ്ങുന്ന ഈ സൂറത്താണ്, സൂറത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്താണ്. ഈ സൂറത്ത് അത്ഭുതകരമായ നേട്ടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തിൻ്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.